പൈസ കുറവുള്ള ആൾക്കാർക്കും ഒരു ലക്ഷറി വണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയിൽ പെട്ട വണ്ടിയാണിത്. അത് പുറത്ത് ജോലി ചെയ്തുള്ളവർക്ക് അറിയാം. പക്ക പ്രാടമാണ്. പ്രാട ഓടിക്കുന്ന അതേ ഒരു ഫീലാണ് ഇതിന് കിട്ടുന്നത്. ഇത്രയും പ്രീമിയം ആയിട്ടുള്ള ഒരു വണ്ടി നമുക്ക് ഈ റേഞ്ചിന് വേറെ ഏത് വണ്ടി കിട്ടും? ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. ഇന്ന് നമ്മളൊരു വെറൈറ്റി കാർ കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഒരു വൺ ഓഫ് ദി റയറസ്റ്റ് കാർസ് ഇൻ ഇന്ത്യ എന്ന് പറയാൻ പറ്റുന്ന സാനിയോങ്ങിൻ്റെ റെക്സ്റ്റണും കൊണ്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. സാനിയോ റെക്സ്റ്റൺ എന്ന് കേൾക്കുമ്പോൾ പലരും കേട്ടിട്ട് പോലും ഉണ്ടാവില്ല ഈ ഒരു ബ്രാൻഡിനെ പറ്റി. വണ്ടി പ്രാന്തന്മാർക്ക് തീർച്ചയായിട്ടും അറിയാം. അതല്ലാതെ ഉള്ളവർക്ക് സുപരിചിതമല്ലാത്തൊരു ബ്രാൻഡാണ് സാനിയോങ് എന്നുള്ളത്. അതൊരു കൊറിയൻ ബ്രാൻഡാണ്. നമ്മുടെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ ജോയിൻറ്റ് വെഞ്ചറിൽ ഇന്ത്യയിൽ വന്ന് കുറച്ച് വണ്ടികൾ വിറ്റിട്ടുള്ളൊരു ബ്രാൻഡാണ് സാനിയോ. അപ്പം സാനിയോങ്ങിൻ്റെയും മഹീന്ദ്രയുടെയും ജോയിൻറ്റ് വെഞ്ചറിലാണ് വന്നതെങ്കിലും ഇതിൻ്റെ റിയലിൽ നോക്കിയാൽ മഹീന്ദ്ര എന്നും സാനിയോങ് എന്നും രണ്ട് ബ്രാൻഡ്സിൻ്റെയും പേര് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മഹീന്ദ്ര മെറ്റ് കുറച്ച് ജോയിൻറ്റ് വെഞ്ചേഴ്സിലും മെറ്റ് കാസ് ഇറക്കിയിട്ടുണ്ട്. നമ്മുടെ ലോഗൻ, മഹീന്ദ്രയും റെനോയും കൂടെ ഉള്ള ജോയിൻറ്റ് വെഞ്ചറിൽ ലോഗൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ പുതിയ ജോയിൻറ്റ് വെഞ്ചേഴ്സൊക്കെ വരുന്നു. അങ്ങനെ അവതരിപ്പിച്ചൊരു വണ്ടിയാണ് ഈ ഒരു കൊറിയൻ ബ്രാൻഡായിട്ടുള്ള സാനിയോങ്ങിൻ്റെ റെക്സ്റ്റണും. സോ ഈ ഒരു വണ്ടിയെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ബിഗ് സൈസ് എഞ്ചിനുള്ളൊരു വെഹിക്കിളാണ് നമ്മുടെ സാനിയോങ് റെക്സ്റ്റൺ. ഇതിൻ്റെ ഒരു വേറൊരു വേരിയൻ്റ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് നമ്മുടെ അൾട്ടൂറാസ് G4 എന്ന് പറയുന്നത്. അൾട്ടൂറാസ് G4നെ പലർക്കും അറിയായിരിക്കും. നമ്മുടെ ചാനലിൽ നമ്മൾ യൂസർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള വണ്ടി കൂടാണ്. വളരെ കേപ്പബിൾ ആയിട്ടുള്ള, വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള, വളരെ ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫുൾ സൈസ് SUV ആണ് നമ്മുടെ അൾട്ടൂറാസ് G4. അപ്പം ആ ഒരു സെയിം വണ്ടി എന്ന് വേണമെങ്കിൽ പറയാം. അതിനെ ഒരു റീബാഡ്ജ് ചെയ്താണ്, അതായത് സാനിയോങ്ങിൻ്റെ റെക്സ്റ്റണെ റീബാഡ്ജ് ചെയ്താണ് നമ്മുടെ അൾട്ടൂറാസ് G4 ഒക്കെ ഇന്ത്യയിൽ അവതരിപ്പിച്ചത്. അതും മഹീന്ദ്രയുടെ പേരിൽ തന്നെ. അതിനു മുമ്പ് ഉണ്ടായിരുന്ന വണ്ടിയാണ് ഇത്. പക്ഷേ ഇതിനൊരു 2.7 ലിറ്റർ എഞ്ചിനാണ് വന്നിരിക്കുന്നത്. അത് മാത്രമല്ല ഒരു 5 സിലിണ്ടർ എഞ്ചിനൂടാണ് ഇതിന് വന്നിരിക്കുന്നത്. സോ അതിൻ്റേതായിട്ടുള്ള മികവ് ഈ വണ്ടി കാണിക്കുന്നുണ്ട്. ഇതിന് ഓട്ടോമാറ്റിക് ആൻഡ് മാനുവൽ വേരിയൻസ് അവൈലബിൾ ആണ്. അതിൻ്റെ ഓട്ടോമാറ്റിക് വേരിയൻറ്റ് നമ്മൾ പൂർണ്ണമായിട്ട് മെഴ്സിഡീസിൻ്റെ ഒരു ടെക്നോളജി യൂസ് ചെയ്താണ് ഇതിൻ്റെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻസ് ഒക്കെ ഇതിൽ വന്നിരിക്കുന്നത്. അങ്ങനെ കുറേ പ്രത്യേകതകളുണ്ട്. കൂടാതെ കുറേ ഫീച്ചേഴ്സുകളുണ്ട്. വണ്ടിയുടെ വലുപ്പം കണ്ടാൽ തന്നെ അറിയാം എന്തുമാത്രം വലിയൊരു വണ്ടിയാണ്, എന്തുമാത്രം വെയിറ്റ് ഉണ്ടായിരിക്കും, അതിന് ലോങ് ഡ്രൈവിന് കിട്ടാവുന്ന കംഫർട്ട് എല്ലാം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അന്ന് ഇന്ത്യയിൽ ഈ സാനിയോങ്ങിനെ റെക്സ്റ്റണിനെ അവതരിപ്പിച്ചപ്പോൾ ഇത് പ്ലേസ് ചെയ്തിരുന്നത് നമ്മുടെ ഫോർച്യൂണറിൻ്റെ ഒരു കോമ്പറ്റേറ്ററൊക്കെ ആയിട്ടാണ്. ഫോർച്യൂണർ ഉണ്ടായിരുന്നു, അന്ന് ഫോർഡിൻ്റെ എൻഡേവർ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു കോമ്പറ്റേറ്ററായിട്ടാണ് മഹീന്ദ്ര ഇതിനെ പ്ലേസ് ചെയ്തത്. അതിനെക്കാട്ടിൽ എന്തായാലും പ്രൈസും കുറവായിരുന്നു. 3-4 ലക്ഷം രൂപയോളം പ്രൈസും കുറവായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ വണ്ടി വിജയിച്ചില്ല, അധികം വിറ്റ് പോയിട്ടില്ല. എന്തായാലും വണ്ടി ഓൺ ചെയ്യുന്നവർക്കൊക്കെ ഒരു വെറൈറ്റി വണ്ടിയായിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു കളക്റ്റബിൾ വണ്ടിയായിട്ടാണെന്ന് തോന്നുന്നു പലരും കീപ്പ് ചെയ്ത് വെക്കാറുണ്ട്. വണ്ടിയുടെ മറ്റ് വിശേഷങ്ങൾ ഇതിൻ്റെ യൂസറോട് തന്നെ നമുക്ക് ചോദിക്കാം. യൂസറോട് ചോദിച്ച് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനായിട്ട് ഇതിൻ്റെ യൂസറിനെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. സോ നമ്മുടെ സാനിയോങ് റെക്സ്റ്റണിൻ്റെ യൂസർ ഇതാണ്. ഹായ് ചേട്ടാ, വെൽക്കം ടു ചാനൽ. ചേട്ടൻ്റെ പേരും എന്ത് ചെയ്യുന്നു എന്നുള്ളതൊക്കെ. എൻ്റെ പേര് സുരേഷ്, വീട് ഗുരുവായൂർ ചെമ്മണൂര്. ഓക്കെ. ജോലി ചെയ്യണ 27 വർഷമായിട്ട് ദുബൈയിൽ. 18 വർഷമായിട്ട് ഇപ്പോൾ ദുബൈയിൽ. അതിന് മുന്നേ 7 വർഷം മാലദ്വീപിലായിരുന്നു. കണ്ടിന്യൂ ആയിട്ട് 27 വർഷമായി പുറത്ത്. ഓക്കെ. അപ്പം വണ്ടി ആ ഏരിയയിൽ മീൻസ് UAE കൺട്രീസിലൊക്കെ കണ്ട് കുറേ വണ്ടികളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. പ്രൊഫഷണലായിട്ട് ഡ്രൈവർ തന്നെ. നാട്ടിലും വണ്ടി ഓടിക്കായിരുന്നു. ലോറി, ബസ്, ചെറിയ വണ്ടിയിൽ തുടങ്ങി പുറത്തും വണ്ടിപ്പണി തന്നെയാണ്. അപ്പോൾ ഒരു സാനിയോങ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഇതിലേക്ക് അതായത് നമ്മളിപ്പോ എന്താ പറയാ, നമുക്ക് പെൻസ് മേടിക്കാനുള്ള പൈസ ഇല്ല, അത്രയും ഒരു ബഡ്ജറ്റ് നമുക്കില്ല. അങ്ങനെ ഒരു പ്രീമിയം വണ്ടി മേടിക്കാനുള്ള, അതിന് പകരമായിട്ട് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന അങ്ങനത്തെ ഒരു ലക്ഷറി വണ്ടി അതിന് പകരം വെക്കാൻ ഒക്കും അല്ലേ? അതെ, പക്കയായിട്ട് അതിലൊരു വ്യത്യാസമില്ല. അപ്പൊ ഞാൻ അത്യാവശ്യം കുറെ വണ്ടികൾ ഉപയോഗിച്ചിട്ടുള്ളതാണ്. അപ്പൊ ആ വണ്ടിയിലോട്ട് വന്ന ഒരു ജേർണിയുടെ നമുക്ക് ഇതിപ്പോ നിലവിലിപ്പോ ഒരു 5 സീറ്റർ വേറെ ഉണ്ട്, എക്കോസ്പോർട്ട് ഉണ്ട്. വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2006 മുതൽ ഇന്നോവയാണ് ഉപയോഗിച്ചിരുന്നത്. ഉപയോഗിച്ചതാണ്. അന്ന് പുതിയ വണ്ടി എടുത്തതായിരുന്നു. അത് ഇപ്പൊ ഇങ്ങനെ 2023 ഫസ്റ്റില് ഇത്രയും വർഷമായില്ലേ,
14, 3, 17, 18 വർഷത്തോളമായി. അപ്പൊ ഇപ്പൊ ഈ എന്താ പറയാ ന്യൂസിലൊക്കെ ഇങ്ങനെ കാണാറുണ്ട്, ഇപ്പൊ പ്രശ്നമാവും ഡീസൽ വണ്ടിയുടെ പ്രശ്നം. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് ആ വണ്ടി വിറ്റു. ആ വണ്ടി വിറ്റിട്ടാണ് 5 സീറ്റർ എടുത്തത്. ആ വണ്ടി വിറ്റിട്ട് 5 സീറ്റർ എടുത്തു. അത് 2022 മോഡലാണ് എക്കോസ്പോർട്ട്. അപ്പൊ എന്റെ വൈഫ് ഹൗസ് ട്രിവാൻഡ്രത്താണ്. അപ്പൊ നമ്മളിപ്പോ മിക്കപ്പോഴും ട്രിവാൻഡ്രത്തേക്ക് യാത്ര ഉണ്ടാവും, ഗുരുവായൂർ ടു ട്രിവാൻഡ്രം. പിന്നെ എപ്പോഴും വെക്കേഷൻ വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് പുറത്ത് യാത്ര ചെയ്യുന്ന കൂട്ടത്തിലാണ്. നമ്മള് പിള്ളേർ 2 മക്കളാണ്, എപ്പോഴും പുറത്ത് പോകും. അപ്പൊ ഈ ഒറ്റ സ്ട്രെച്ചറിലൊന്നും 500 കിലോമീറ്റർ ഒന്നും വൈഫും തടിയുള്ളതാണ്, എന്നെ പോലെ തന്നെ തടിയുള്ളതാണ് വൈഫും. അപ്പൊ ഇന്നോവ ഇത്രയും വർഷം ഉപയോഗിച്ചത് കൊണ്ട് നമുക്ക് ആ 5 സീറ്റർ പറ്റുന്നില്ല. എക്കോസ്പോർട്ടിലോട്ട് പറ്റുന്നില്ല. പക്ഷെ നമുക്ക് നാട്ടിൻപുറത്ത് ഉപയോഗിക്കാൻ ഓക്കെ, ഒരു 10-50 കിലോമീറ്റർ ഒക്കെ പോകാൻ ഓക്കെ, പ്രശ്നമൊന്നുമില്ല. ദൂരെ യാത്രയ്ക്കാണ്ട് പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ ഒന്ന് നോക്കിയിട്ട് ഇത് കണ്ടപ്പോ ഓടിച്ചപ്പോ വേറെ ലെവലാണ്. നമ്മൾ പക്ക ഒരു ബെൻസ് ഓടിക്കുന്നതല്ല, ബെൻസിന്റെ എഞ്ചിനാണ് ഇതിനകത്ത്, ബെൻസിന്റെ ഗിയർ ബോക്സ് ആണ്, 2.7 ആണ്. ആ 2.7 എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിപ്പോ ഒരു വിധമുള്ള വണ്ടി, നമ്മളിത് പുറത്തുള്ളവർക്കൊക്കെ അറിയാം, പ്രാഡ ഓടിക്കുന്ന അതേ ഫീലാണ്. അത് പ്രാഡ ഓടിച്ചുള്ളവർക്ക് അറിയാം, അതേ സെയിം ഫീലാണ് നമുക്ക് ഈ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടും. പിന്നെ ഇത് കാണുമ്പോഴുള്ള ഒരു ക്യൂരിയോസിറ്റി, വലിപ്പം, റോട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻറ്റ്, വണ്ടി തരുന്ന ഒരു കോൺഫിഡൻറ്റ്, അതൊരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് നമ്മൾ ഡ്രൈവ് ചെയ്ത് തന്നെ മനസ്സിലാക്കണം. അതിപ്പോൾ ഏത് കാര്യത്തിലായാലും, വണ്ടി ഹൈവേയിലാണ്, നമ്മളിപ്പോൾ ലോക്കലൊന്നും ഈ വണ്ടി ഓടിച്ചു കൊണ്ടുനടക്കാൻ ഞാനൊരു സുഖം ഉണ്ടെന്ന് പറയില്ല. ഇപ്പൊ ടൗണിനകത്ത്, ഇപ്പൊ ഒരു കൊച്ചി സിറ്റിക്കകത്തൊന്നും കൊണ്ടുനടക്കാൻ ഒരു സുഖമില്ല. കൊച്ചിയിലോട്ടൊക്കെ അങ്ങനെയല്ല, പോവാനല്ല, സിറ്റിക്കകത്ത് വണ്ടി വലിപ്പവും നമ്മള് ഗിയർ ഇങ്ങനെ മാറി കൊടുക്കണം. ഹൈവേയിലേക്ക് കയറുമ്പോഴാണ് അതിന്റെ ഇതെന്താണ് എന്ന് മനസ്സിലാവുന്നത്. നമ്മൾ ഹൈവേയിലേക്ക് കയറും. പിന്നെ നമുക്കിപ്പോ ഏത് ഗിയറിലും, 3rd ഗിയറിലോട്ടൊന്നും മാറ്റിയിട്ട് ഏത് വണ്ടീനും കടക്കണം എന്ന് വിചാരിച്ചാൽ കടന്നിരിക്കും. അതിനൊരു സെക്കൻഡുകൾ മതി. നമ്മൾ പോലും വിചാരിക്കില്ല അത് കടക്കുമെന്നത്. പക്ഷെ നമുക്ക് പിന്നെ അത് ഡ്രൈവ് ചെയ്യുമ്പോൾ മനസ്സിലാവും. പിന്നെ ആ കോൺഫിഡൻറ്റ് നമുക്ക് തരുന്നത് ചെറിയൊരു കോൺഫിഡൻ്റ് അല്ല. അതുപോലെ ഇപ്പോൾ സസ്പെൻഷനൊക്കെ ആയാലും നമ്മൾ അറിയില്ല ഇതെന്താണ്, കുഴിയിൽ വീണോ എന്നൊന്നും നമുക്ക് മനസ്സിലാവത്തൊന്നുമില്ല. ആ ഒരു യാത്രാനുഭവം എന്ന് പറയുന്നത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാനിപ്പോൾ അത്യാവശ്യത്തിന് കുറേ വണ്ടികൾ ഉപയോഗിച്ചിട്ടുണ്ട്, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമാണ്. 2700 cc-യോളം വരുന്ന ഒരു എഞ്ചിനാണ് ഇതിൽ വന്നിരിക്കുന്നത്. അതും ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ 2.5, 2.7 ഒക്കെ നമ്മളെ ടൊയോട്ടയുടെ ഇതിന് വരുന്നുണ്ട്. 2.5 ആണ് അതൊക്കെ ഉണ്ട്. പക്ഷെ അതിലൊന്നും തരുന്ന ഒരു ഇതല്ല ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത്. ഭയങ്കര വ്യത്യാസമാണ്. അത് ഡ്രൈവ്, അതേ ഞാൻ പറഞ്ഞു, ആ ഒരു ഫീലിംഗ് മനസ്സിലാവാൻ നമ്മൾ ഡ്രൈവ് ചെയ്ത് നോക്ക് തന്നെ വേണം, അവളത് മനസ്സിലാവുള്ളൂ. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ബ്രാൻഡിനെ പറ്റി അറിഞ്ഞതും ഇത് വാങ്ങിക്കണം മഹേന്ദ്ര ഇങ്ങനെ ഒരു ജോയിന്റ് വെഞ്ചർ? വണ്ടി എന്ന് പറയുന്നത് കൊച്ചിലെ മുതലേ ഡ്രൈവറാണ്. വണ്ടികളോടുള്ള ഒരു പാഷൻ എന്ന് പറയുന്നത് നമ്മുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് അനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണം. ഏതൊരു വണ്ടി ഇറങ്ങുന്നതിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതൊക്കെ ഒരു പ്രത്യേക ഇതാണ്. ഇപ്പോൾ ബൈജയൻ നായരുടെ വീഡിയോയിലും ഒക്കെ റെഗുലറായിട്ട് കാണുന്നതാണ്. ആട്ടോ ജേർണലിസ്റ്റ് ബൈജയൻ നായർ, അങ്ങനെ കുറേ പേരുടെ. അപ്പോൾ വണ്ടീനെ കുറിച്ച് അങ്ങനെ എപ്പോഴും കാണും, അതിനുള്ളൊരു ക്യൂരിയോസിറ്റി കൂടുതലാണ്. ഏത് വണ്ടി പുതിയതിപ്പോൾ ഇറങ്ങുന്നു, ഇപ്പോഴും ഇതിൽ നിന്നൊന്ന് മാറണം എന്ന് ചിന്തിക്കുന്നത്. നമുക്കിപ്പോൾ ഇനിയിപ്പോൾ ബാറ്ററി വണ്ടിയിലേക്ക് ഒന്ന് മാറിയാലോ, ഈ ദൂരെ കൂടുതലുകൾ യാത്രകളായതുകൊണ്ട് അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ട്. അപ്പൊ ചിലപ്പോൾ വിചാരിക്കും ഒന്ന് മാറിയാലോ, ബാറ്ററി വണ്ടിയിലേക്ക് ഒന്ന് മാറണോ എന്ന് വിചാരിക്കും. പിന്നെ ഇതിന്റെ കംഫർട്ടും കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ കൊടുക്കണ്ടെന്ന് തോന്നും. പിന്നെ ബാറ്ററി വണ്ടി ഒന്ന് ഓടിക്കുമ്പോൾ അതിനും ഈ കാല് കൊടുത്താൽ പോകുന്ന ഒരു കാര്യം ബാറ്ററി വണ്ടിക്കും ഉണ്ട്. ആ ഒരു കാര്യത്തിലാണ് പിന്നെ ഒന്ന് നമ്മള് ഓക്കെ അതായാലും നമുക്ക് കാല് കൊടുത്താൽ പോകും, ഈ ഒരു ഫീലിംഗ് മേ ബി അതിനകത്തും കിട്ടും എന്നുള്ളൊരു ചിന്ത നമുക്ക് അപ്പോഴാണ് വരുന്നത്. അപ്പൊ അങ്ങനെ ഉള്ളൊരു ഇതിൽ എന്നാലും ഇത് കൊണ്ട് നടക്കുമ്പോ ഭയങ്കര രസമാണ്. നമ്മൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ പലർക്കും ഈ വണ്ടിനെ കുറിച്ച് അറിയില്ല. പിന്നെ എത്ര പേര് ചേട്ടാ അത്, ചിലർ വന്നിട്ടൊന്ന് വണ്ടിയിൽ ഇരിക്കട്ടെ ചോദിക്കും. ഇരുന്നിട്ട് അതിപ്പോ അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും കേട്ടോ. നമുക്കും ഈ വണ്ടിയോടുള്ള ഒരു ഇഷ്ടം അതൊക്കെ കൂടുതലുള്ളത് കൊണ്ട് നമുക്കത് മനസ്സിലാവും. നമ്മള് വണ്ടിയുടെ വണ്ടിയിലൊന്ന് കയറി ഇരിക്കട്ടെ എന്നൊക്കെ ചോദിക്കും, ഇരുന്നോന്ന് പറയും. പിന്നെ ഇത് ഏത് വണ്ടിയാ, എപ്പോൾ ഇറങ്ങിയതാ, ഏത്. അപ്പോൾ അങ്ങനെ മഹേന്ദ്രയായിട്ട്
കൊളാബറേഷനായിട്ട് മുന്നേ ഇറങ്ങിയിട്ടുള്ളതാണ്. മഹീന്ദ്രയാണ് ഇറക്കിയേക്കുന്നത്. ഇങ്ങനെ ഒരു കൊറിയൻ കമ്പനിയാണ്. ഓക്കെ. പക്ക ഒരു ബെൻസിൻ്റെ ഒരു ഇതാണ്. ഓ അതെല്ലേ, കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ പലരും പറയാറുണ്ട്. എവിടെ പോയാലും എന്താ പറയുക, അങ്ങനെ പണ്ട് ബുള്ളറ്റ് പണിയിച്ച് കൊണ്ട് നടക്കുമ്പോഴാണ് ഇങ്ങനെ ചോദിച്ചിരുന്നത്. ഓക്കെ. പണ്ട് കാലത്ത് ബുള്ളറ്റ് പണി വെച്ചിട്ട് ഇതുമാതിരി നടക്കുമ്പോൾ ഇതുമാതിരി ഇങ്ങനെ ചോദിക്കും, എവിടുന്നാ പണത്, അങ്ങനത്തെ അതേ ഒരു ഇതുപോലെ തന്നെ ആൾക്കാർ പലരും അറിയാത്തവർ വന്ന് ചോദിക്കും. നമ്മൾ ഇരുന്ന് നോക്കി നമുക്കറിയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും. ഓക്കെ. 1-2 പ്രാവശ്യമൊക്കെ ഇതുമാതിരി വണ്ടി ഓടിക്കുക പോലും ചെയ്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കട്ടെ എന്ന് വെച്ചിട്ട് ഓടിക്കാൻ പോലും കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ എന്ത് വണ്ടി ഇപ്പോൾ ജസ്റ്റ് ഒരു 5 കിലോമീറ്റർ ഓടിച്ചു എന്ത് അല്ല, അപ്പം നമുക്ക് തോന്നുന്ന അതേ ഇതുപോലെ തന്നെ ആയിരിക്കും അവർക്കും ഉണ്ടാവുക. വണ്ടിനെ കുറിച്ച് അറിയാനുള്ള ഒരു ഇതും അതൊക്കെ. അങ്ങനെ എത്തിപ്പെട്ടതാണ് ഇതിനകത്തോട്ട്. ഓക്കെ. ഒരു കുതിര എന്ന് പറഞ്ഞ പോരാ, അതിന്റെ അപ്പുറമാണത്. യാത്ര ചെയ്യാനുള്ളത് നല്ല സുഖമാണ് ഇരിക്കാനായിട്ട്. ഇപ്പൊ വൈഫൊക്കെ പറയും, ഇപ്പൊ എവിടേക്ക് വേണമെങ്കിൽ പൊക്കോളൂ, നിങ്ങൾ കുറച്ച് ഡ്രസ്സും വെച്ചിട്ട് എനിക്കൊരു പ്രശ്നമില്ല. ചിലപ്പോ ഈ തടി കൂടുതലുള്ളതുകൊണ്ടേ, അല്ലെങ്കിൽ കാലുവേദന കാര്യങ്ങൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഒരു പ്രശ്നമില്ല. അറിയില്ല എന്നുള്ള ഒരു അവസ്ഥയാണ്, നമുക്ക് ഫീൽ ചെയ്യില്ല. പോവാനിപ്പോ കന്യാകുമാരി ഒറ്റ സ്ട്രെച്ചിന് പോവും. പോണ വഴിയിൽ വണ്ടിക്ക് ബ്രേക്ക് ഒന്നും വേണ്ട, നമുക്ക് ഭക്ഷണം കഴിക്കുക, കാപ്പിടിക്കുക, ആ വക കാര്യങ്ങൾ. അല്ലാണ്ട് വണ്ടിക്ക് അതൊന്നും ഒരു ഫീൽ ചെയ്യില്ല. വണ്ടിക്ക് ഒന്നും പ്രശ്നമല്ല. അതൊന്നും ഒരു ഇതില്ല. വണ്ടി നമ്മള് ഉപയോഗിച്ച് തന്നെ അറിയണം. വണ്ടി വേറെ ഒരു ഇതാണ്. എന്തുകൊണ്ടോ എന്താ പറയാ, ഇവരെ കമ്പനികളോ കാര്യങ്ങളൊക്കെ ആയിട്ട് അത് മുന്നോട്ടധികം ഇതായി പോയില്ല എന്ന് പറഞ്ഞു. അതെ, അതൊരു വിഷമാണ് ശരിക്കും വണ്ടി കാണുമ്പോൾ. വണ്ടിനെ കുറിച്ച് അടുത്തറിയണവര്, അതിപ്പോ കുറെ വണ്ടികളുണ്ടല്ലോ അങ്ങനെ ഇതായി പോയത്. എന്താണ് കാരണം നമുക്ക് അറിയില്ല. ഇടയ്ക്കിടയ്ക്ക് വണ്ടി മാറ്റാറുള്ള ആളാണ്. അപ്പൊ പല വണ്ടികൾ ഇങ്ങനെ മാറി യൂസ് ചെയ്തതുകൊണ്ട് വണ്ടികളുണ്ട്. നമുക്ക് ട്രാവലർ ഉണ്ടായിരുന്നു, ഇന്നോവ ഞാൻ പറഞ്ഞില്ല, അങ്ങനെ വിട്ടു. വേറെ ലീനിയ ഉണ്ടായിരുന്നു. ലീനിയ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയായിരുന്നു. അതുമാതിരി ഓടിക്കാൻ നല്ല റിസ്ക് വണ്ടിയായിരുന്നു. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ മാതിരി തടി കൂടിയൊക്കെ ഇപ്പൊ ഇങ്ങനെ കാലിന്റെ ഒരു വെക്കാനുള്ള അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടായിട്ടാണ് അന്ന് ലീനിയ എന്ന് പറയുന്നത്. ഓടിക്കാൻ രസിക വണ്ടിയാണ് അത്. ലീനിയർ പവർ ആണെന്നേ ഉള്ളൂ, പക്ഷേ നല്ല സ്റ്റെബിലിറ്റിയും നല്ല വെയിറ്റും ഉണ്ട് വണ്ടി. നമുക്ക് അതാണ് അത് ഓടിക്കുമ്പോൾ തരുന്നൊരു കോൺഫിഡൻസ്. നമുക്ക് സ്പീഡ് കൂടുന്തോറും അതന്നെയാണ് ഇപ്പൊ ഇതും. സ്പീഡ് കൂടുന്തോറാണ് ഇവര് നമ്മൾക്ക് കോൺഫിഡൻസ് തരുന്നത്. അത് ബ്രേക്കിന്റെ കാര്യത്തിലായാലും ശരി, ആ വണ്ടിക്കുള്ള വെയിറ്റ്, നമ്മള് ചവിട്ടിയാലൊന്നും വണ്ടി ഒരു വഴിക്ക് പോകത്തില്ല. വേറെ 100-ലായാലും 120-ലായാലും വണ്ടി ഒന്ന് ചവിട്ടി പിടിക്കുമെന്ന് പറയുമ്പോൾ സഡനായിട്ടൊന്നും ചവിട്ടിയാലൊന്നും വലിച്ചു പോവുക, അങ്ങനൊന്നും പോവില്ല. വണ്ടി എവിടെയാണോ അവിടെ നിൽക്കും. അതൊക്കെയാണ് അതിന്റെ ഗുണം. അത് വണ്ടി അത്രയും വെയിറ്റ് ഉണ്ട്. പിന്നെ ഫ്രണ്ടും അല്ല, നല്ല വീലും മറ്റേ ഇതാണ്, എന്താ ബ്രേക്കാണ്, മറ്റൊന്നും അല്ല. അപ്പൊ അതിൻ്റെതായിട്ടുള്ള അത് പക്ക പ്രീമിയം വണ്ടിയാണ്. നമ്മള് ആ ഒരു താഴത്തെ സ്റ്റേറ്റിൽ ഇതിൽ കാണാൻ പറ്റില്ല. അവര് ഫോർച്യൂണറിന്റെ ഒരു കോമ്പറ്റേറ്റർ ആയിട്ട് കൊണ്ടുവെക്കണമെങ്കിൽ അതിനുള്ള ഫീച്ചേഴ്സ് കൊടുത്തിരിക്കണം, അതിനേക്കാൾ ഡ്രൈവബിലിറ്റി കൊടുത്തിരിക്കണം. എഞ്ചിന്റെ ഒക്കെ ഒരു ഇത് അതിനായിട്ട് ഇതാണ്. ഞാനിപ്പോ ഫോർച്യൂണർ നമ്മൾ വേറൊരു കമ്പനിനെ ഒരിക്കലും അങ്ങനെ അത് പറയാൻ പാടില്ല. അപ്പൊ ടൊയോട്ട നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡ് തന്നെയാണ്. പക്ഷെ എനിക്ക് എന്നെ സംബന്ധിച്ച് പേഴ്സണലി, എല്ലാവർക്കും അതുപോലെ ആവില്ല. ഫോർച്യൂണറൊക്കെ ഓടിക്കണേക്കാട്ടി ഇഷ്ടം എനിക്ക് ഇത് ഓടിക്കുന്നത്. അത് അങ്ങനെ പറയുമ്പോൾ ചിലർക്ക് അങ്ങനെയെന്ന് തോന്നിപ്പോ. പക്ഷെ അതും എന്റെ ഇഷ്ടപ്പെട്ട വണ്ടികൾ തന്നെയാണ്. അങ്ങനെയല്ല പറയണത്. അതാണ് ഞാൻ പറഞ്ഞത്. അത് പുറത്ത് ജോലി ചെയ്തുള്ളവർക്ക് അറിയാം. പക്ക പ്രാടയാണെന്ന്. പ്രാട ഓടിക്കുന്ന അതേ ഒരു ഫീലാണ് ഇതിന് കിട്ടുന്നത്. അപ്പൊ അത് ഓടിച്ചവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. സത്യം. അല്ലാണ്ട് ഞാൻ അങ്ങനെ ഫോർച്യൂണറിനെ കുറ്റം പറയുന്നതല്ല. അത് നമ്മുടെ ഇഷ്ടപ്പെട്ട വണ്ടി തന്നെയാണ്. ഇതുപോലുള്ള ഒരു വണ്ടി ഇവിടെയാണ് നമ്മുടെ അൾട്ടൂറാസ് G4. പക്ഷെ അത് 2.2 ലിറ്റർ ആണ്. അതെ. ഇത് 2.7 ലിറ്റർ ആണ്. അത് ഇതൊരു റീബാഡ്ജ്ഡ് വെർഷൻ ഓഫ് സാനിയോ റെക്സ്റ്റർ ആണ്. അത് വന്നിട്ടുള്ളത് എഞ്ചിനൊക്കെ വ്യത്യാസമുണ്ട്. അത് ഇവര് മഹീന്ദ്രക്കാര് ഇവരായിട്ട് കാര്യങ്ങളൊക്കെ പഠിച്ച് ഇവരായിട്ട് ചെയ്തിറക്കിയതാണ്. ഇത് ഇതേപോലെ വണ്ടി ഇറക്കി അല്ലേ? ഓക്കെ. ഇനിയിപ്പോ ഇതിൽ കുറെ ഫീച്ചേഴ്സുകളൊക്കെ വന്നിട്ടുണ്ട്. നല്ല ഫീച്ചറിസ്റ്റിക് ആയിട്ട് കൊറിയൻ ബ്രാൻഡ് ആണല്ലോ. അപ്പൊ എന്തായാലും ഫീച്ചേഴ്സ് ഇതിപ്പോ 2017-18 രജിസ്റ്റേർഡ് വണ്ടിയാണ്. എന്നിട്ട് പോലും ഇതിനകത്ത് അത്യാവശ്യം ഒരുവിധമുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇപ്പൊ സീറ്റുകളായാലും നമ്മളിപ്പോ ഒരിക്കൽ അതൊക്കെ ഇപ്പൊ പറയുമ്പോ ഔട്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ അന്നേ ഇതിനകത്ത് ഉണ്ട്. നമ്മൾ ഒരിക്കൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതാണ്. അങ്ങനെ കുറെ കാര്യങ്ങൾ അന്ന് തന്നെ ഉണ്ട്. നമുക്ക് ഇന്റീരിയറിലോട്ടൊന്ന് കയറിയാലോ? അകത്ത് കയറി വിശദമായിട്ട് അത് കാണിക്കാം. സോ
സോ സാനിയോങ് റെക്സ്റ്റൻ്റെ ഇൻറ്റീരിയറിലോട്ട് കയറി നമ്മൾ. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയർ. എന്ത് സ്പേസ് ആണെന്ന് നോക്കി, ബാക്കിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഈ ഒരു 7 സീറ്ററിൻ്റെ ഒരു നമ്മുടെ ഫോർച്യൂണറിൻ്റെ കോമ്പറ്റേറ്ററായിട്ട് വന്നപ്പോൾ നല്ലൊരു കോമ്പറ്റീഷൻ തന്നെയാണ് കൊടുത്തത്. സൺറൂഫൊക്കെ കൊടുത്തു. ഫോർച്യൂണറിന് അന്നൊന്നും സൺറൂഫ് ഇല്ലായിരുന്നല്ലോ. ഓക്കെ, അങ്ങനെ കുറേ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. ടൊയോട്ട മീൻസ് ജാപ്പനീസ് ഒക്കെ ആകുമ്പോൾ ഫീച്ചേഴ്സ് കുറച്ച് കുറവായിരിക്കും. ഇത് കൊറിയൻ ആയതുകൊണ്ട് ഫീച്ചേഴ്സ് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഇൻറ്റീരിയറിൽ? ഞാൻ പിന്നെ സ്റ്റോക്കിന് അപ്പുറമായിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും ഇതിനകത്ത് ചെയ്തിട്ടില്ല. മെയിനായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ സെറ്റ് ആണെങ്കിലും അത് കാൻവുഡിന്റെ നല്ല സെറ്റാണ്. അതിന്റെ ശബ്ദം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മേടിച്ചു വെച്ചാല് അത്രയ്ക്ക് ഇതായിട്ടൊരു ഇത് കിട്ടുമെന്നുള്ള സംശയമാണ്. കാരണം അതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. മിറർ ആണെങ്കിലും ആ ഒരു ഇതിനുള്ളത് അതാണ്, നമുക്ക് ബുദ്ധിമുട്ടില്ല. പിന്നെ ഇവിടെ ഒക്കെ കൈവയ്ക്കാനുള്ള ഒരു പിന്നത് ഈ വക കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇരിക്കാൻ പിന്നെ സീറ്റ് ഞാൻ പറഞ്ഞത് 3 പേർക്ക് 3 ഡ്രൈവർക്ക് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അത് തനിയെ ഇതായിക്കോളും. 3 പേരുടെ മെമ്മറി ഫംഗ്ഷൻസിന്റെ സ്വിച്ചസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് 2018 മെമ്മറി ഫംഗ്ഷൻസ് ആക്കി ഇവർ കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രിക്കൽ സീറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. AC എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചൂട് സമയത്ത് നമുക്കൊന്നും ഇപ്പൊ ഉച്ചരിഞ്ഞ് ഞാൻ ബാക്കിലിരിക്കുന്നവര് പറയും AC ഒന്ന് നിർത്തുന്ന് പറയും. നമ്മളെ വേറൊരു വണ്ടിയിലും പറയാത്ത അനുഭവങ്ങൾ. തേർഡ് റോയിലൊക്കെ ഇരിക്കുന്നവര് പറയും. സാധാരണ നമ്മൾ മറ്റുള്ള വണ്ടിയിൽ തേർഡ് റോയിലൊക്കെ ആകുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടേക്ക് എത്തുന്നില്ല എന്നുള്ളത്. ഇതൊക്കെ ആ ഒരു 11 മണി മുതൽ ഒരു 3 മണി വരെ ഓക്കെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയും അങ്കിളെ അല്ലെങ്കിൽ ചേട്ടാ അതൊന്ന് കുറയ്ക്കെന്ന് പറയും. തേർഡ് റോയിലുള്ളവരും പറയും, ഇതിലിരിക്കുന്നവരും പറയും. പൈസയൊക്കെ അത്രയും. ഞങ്ങളിപ്പോ കേറിയിട്ട് ഒരു 5 മിനിറ്റ് 2 മിനിറ്റ് ആയി കാണത്തുള്ളൂ. ഞങ്ങളിപ്പോ വണ്ടിയിൽ കയറി ആ വെയിലത്തായിരുന്നു വണ്ടി കിടന്നിരുന്നത്. വണ്ടി ഓണാക്കി, വണ്ടി കൂളായിട്ടുണ്ട്. നല്ലതാണ്, നല്ല AC ഉണ്ട്. പിന്നെ ഇത് 2 വേരിയൻസ് മീൻസ് ഓട്ടോമാറ്റിക് ആൻഡ് മാനുവൽ ഉണ്ട്. ഇത് മാനുവൽ വേരിയന്റ് ആണ് കേട്ടോ. അതെന്താ മാനുവൽ വേരിയന്റ് എടുക്കാൻ? അത് ഞാൻ പറഞ്ഞില്ല, ഞാൻ കൊച്ചിലെ മുതൽ വണ്ടി ഓടിക്കുന്നതാണ്. അപ്പൊ അന്നത്തെ കാലത്തൊക്കെ ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത് വളരെ കുറച്ചായിരുന്നു. പിന്നെ അത് പ്രീമിയം വണ്ടികൾക്കൊക്കെ അന്ന് ഓട്ടോമാറ്റിക് വരുന്നത്. അപ്പൊ നമ്മുടെ ഒരു ഹരം മാനുവലാണ്. അതിപ്പോഴും പിന്നെ ഞാൻ മാനുവൽ വണ്ടി ഇതുവരെ വാങ്ങിക്കാറുള്ളൂ. ഓടിച്ചിട്ടുണ്ട്, ഗൾഫിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ സ്വന്തമായിട്ട് മേടിക്കുന്നത് ഇന്ന് വരെ മാനുവല് മേടിച്ചിട്ടുള്ളൂ. അത് ആ ഗിയർ മാറി ഓടിക്കുന്ന ആ ഒരു സഡൻ പിക്കപ്പ് കിട്ടുന്ന ഒരു ഫീല് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഓടിക്കുമ്പോൾ കിട്ടുന്നില്ല. അതാണ് അതിന്റെ ഒരു ഇത്. പക്ഷെ ഇപ്പോഴത്തെ എല്ലാവരും ഇഷ്ടപ്പെടുന്നതും നമ്മുടെ നാട്ടിലത്തെ ട്രാഫിക്കിനൊക്കെ ഓട്ടോമാറ്റിക് തന്നെയാണ് നല്ലത്. നമ്മളാ പണ്ടത് ശീലിച്ചത് കൊണ്ടുള്ള ഒരു ഇതാണ് അത്. ഓട്ടോമാറ്റിക് ആയിരുന്നെങ്കിൽ ഇതിന് മെർസിഡീസിന്റെ ഗിയർ ബോക്സ് ആയിരുന്നു. അല്ല, ഇതിനും അത് തന്നെയാണ് എന്നാണ് പറയുന്നത്. രണ്ടും എഞ്ചിനും ഗിയർ ബോക്സും രണ്ടും ബെൻസിന്റെ തന്നെയാണെന്നാണ് അവർ പറയുന്നത്. അത് മഹീന്ദ്ര എന്ന് പറഞ്ഞിട്ടുള്ള അറിവാണ്. പിന്നെ ഞാന് പുറത്തുനിന്നൊന്നും ഇതുവരെ സർവീസ് ചെയ്യും. അപ്പൊ ഞാനിപ്പോ ഏത് വണ്ടിയാണെങ്കിലും, എന്റെ ടയോട്ട ആണെങ്കിലും ശരി, എന്റെ ടയോട്ട 6 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടിയായിട്ടുണ്ട്. അത് നമുക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പരമാവധി ഇപ്പൊ എവിടെയെങ്കിലും പോയിട്ട്, ഇപ്പോഴത്തെ കാലത്ത് അതിന്റെയും ബുദ്ധിമുട്ടില്ല, എവിടെ ചെന്നാലും സർവീസ് ഉണ്ട്. ഇപ്പൊ ഇതും ഇന്ന് വരെ നമ്മള് മഹീന്ദ്രന്ന് ചെയ്തിട്ടുള്ള സർവീസ്. അപ്പൊ ഇതിന്റെ ഒരു ഇപ്പൊ നിങ്ങൾ ചോദിക്കാണ്ട് തന്നെ ഞാൻ പറയണു, ഒരു നെഗറ്റീവ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മഹീന്ദ്രയിൽ പോയിട്ട് ചെയ്യുമ്പോ ഒരു ഇച്ചിരി സർവീസിന് കോസ്റ്റ് കൂടുതലാണ്. പക്ഷെ നമ്മൾ പുറത്തുനിന്ന് ചെയ്യണമെങ്കിൽ അതിന്റെ ഏകദേശം ഒരു പകുതി പൈസക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ എന്താ പറയാ, നമുക്ക് അവിടുന്ന് പോകുമ്പോ അത് നമുക്ക് എന്റെ ഒരു ശീലാണ്. നമുക്ക് അവിടുന്ന് ചെയ്യുമ്പോ ഒരു വിശ്വാസം കൂടുതൽ, ആ പാട്ട് ഒറിജിനൽ ആയിരിക്കും. അപ്പൊ അതിന്റെ ഒരു ലൈഫ് നമുക്ക് കിട്ടും. പിന്നെ ഇനിയിപ്പോ എന്തെങ്കിലും നമ്മളിപ്പോ ദൂരയാത്ര പോകുമ്പോ അത് മഹേന്ദ്രൻ തന്നെ മാറിയതാകുമ്പോ അത് അവിടെ ചെല്ലുമ്പോ അവരോട് പറയുമ്പോ ഇന്ന സമയത്തിന് മാറിയതാ. മറ്റേത് നമ്മളിനിപ്പോ ഇടയിൽ വേറെ പുറത്തുനിന്ന് പോയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവര് ചോദിക്കും ഇത് വേറെ ചെയ്തതാണ്, അങ്ങനെ. അപ്പൊ ഞാൻ ഇന്ന് വരെ ഇച്ചിരി കൂടുതലാണെങ്കിലും അവിടെ പോയിട്ട് ചെയ്യാറുള്ളൂ. അതിപ്പോ എന്റെ എല്ലാ വണ്ടിയും അങ്ങനെ തന്നെ. ഇപ്പൊ ഫോർഡിന്റെ ഏതാണെങ്കിലും നമ്മൾ ഏജൻസിന്ന് അത് ഇതാണ് കാരണം. ഇടയിൽ നമ്മൾ പോകുമ്പോ വർക്ക്ഷോപ്പിൽ ആ ചെറിയ ലാഭം നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് ആ ഒറിജിനൽ പാർട്സ് കിട്ടും. നമുക്ക് എവിടെ ചെന്നാലും ആ റെസ്പോണ്ട് കിട്ടും. ഏജൻസിയിൽ തന്നെ പോകുമ്പോ അവരുടെ വണ്ടി എന്ന് കാണുമ്പോ അവർ ക്വിക്കായിട്ട് അതിന്റെ മുകളിൽ കാര്യങ്ങൾ നമുക്ക് ചെയ്ത് നമ്മളെ ഹെൽപ്പ് ചെയ്ത് തരും. അപ്പൊ അങ്ങനെ ഈ ഇപ്പം സാനിയോങ് അല്ലേ വണ്ടി, അതുകൊണ്ട് മഹീന്ദ്രയിൽ നിന്ന് പാർട്സ് ഒക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുകളോ അങ്ങനെ സർവീസിന് ഡിലേയോ അങ്ങനെ എന്തെങ്കിലും
വന്നിട്ടുണ്ടോ? ഇതുവരെ വന്നിട്ടില്ല. ഇതിപ്പോ ഒരുപാട് ഇപ്പൊ ഒരു എഞ്ചിൻ പണിയൊക്കെ ആണെങ്കിൽ അപ്പൊ അങ്ങനെ മേ ബി അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ചിലപ്പോ വന്നേക്കാം, ഒരു ഡിലേ ഒക്കെ വന്നേക്കാം. നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി ഒക്കെ വരും, ഒരു ചിലപ്പോൾ ഒരു 4-5 ദിവസം. അതൊക്കെ ഇപ്പൊ അത്രയും സമയം എടുക്കൂല അങ്ങനത്തെ മേജർ വർക്കുകൾ. നോർമൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾക്ക് ഒന്നിനും ഒരു ഡിലേ ഇല്ല. നമ്മളിപ്പോ ബുക്ക് ചെയ്ത് ഇപ്പൊ കാലത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ വൈകുന്നേരം നമ്മൾക്ക് തിരിച്ചു പോകും. പിന്നെ ഇതിന്റെ അപ്പുറമായിട്ട് യൂസ്ഡ് മാർക്കറ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്സിന്റെ മാർക്കറ്റിൽ ഇതിന്റെ എല്ലാ സാധനങ്ങളും ഞാൻ വെറുതെ നോക്കാറുണ്ട്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ കിട്ടുമോ, എന്താണ് വിലക്ക് വ്യത്യാസം എന്നൊക്കെ ഇങ്ങനെ നോക്കും. അപ്പൊ ഇത് കിട്ടാറുണ്ട്. ഇപ്പൊ തൃശ്ശൂർ മാർക്കറ്റിലായാലും കിട്ടും, കോയമ്പത്തൂരായാലും കിട്ടും, സാധനമൊക്കെ കിട്ടും. നമ്മളിപ്പോ 5000 രൂപയ്ക്ക് എന്താ പറയാ മഹീന്ദ്രയിൽ നിന്ന് മേടിക്കുന്ന സാധനം നമുക്ക് 2000 രൂപ 1500 രൂപയ്ക്കൊക്കെ കിട്ടും. പിന്നെ നമ്മൾ വിചാരിക്കും എന്തിനിപ്പോ അതിന്റെ ഒരു പിന്നാലെ പോണം. പിന്നെ എനിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കാര്യപ്പെട്ട കാര്യങ്ങളൊന്നും ഇതിന് ഇതുവരെ ആവശ്യം വന്നിട്ടില്ല. സർവീസുകൾ മാത്രമാണ് ഇപ്പൊ ഇതിന് ആവശ്യം വന്നിട്ടുള്ളത്. വേറെ കാര്യപ്പെട്ട കാര്യങ്ങളൊന്നും ആവശ്യം വന്നിട്ടില്ല. അതിന് വന്നിട്ടുള്ള കോസ്റ്റ് എത്ര? ഇതിന് ഇപ്പൊ നമ്മള് ഡീസൽ ഫിൽറ്റർ, ഓയിൽ ഫിൽറ്റർ അങ്ങനെ അത് 10,000-നാണ് ഇതിന്റെ സർവീസ് വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് ഇതിന്റെ വരുന്നത് ഒരു 13,000 രൂപയാണ് സർവീസ് സാധനങ്ങൾക്ക്. പക്ഷെ ഇതിനൊരു ടാക്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൂടി ഉണ്ട്. ഇപ്പൊ ഈ സാധനങ്ങളൊക്കെ പുറത്തുനിന്നാണ് വരുന്നത്. അപ്പൊ അതിന് പുതിയതായിട്ടൊരു ടാക്സും സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് സർവീസ് ചെയ്യണമെങ്കിൽ ഒരു 20 രൂപ വരും. 20 രൂപ സർവീസിന് വരും ഏജൻസിന്ന് ചെയ്യുമ്പോൾ. പുറത്തുനിന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 രൂപ നമ്മുടെ സാധാ വണ്ടിയുള്ള പോലെ ഇതിൽ നടക്കും. ഇതേ സാധനങ്ങളൊക്കെ തന്നെ അവരും ഇട്ട് തരും. പക്ഷെ നമുക്ക് ഈ ഒരു മഹേന്ദ്രയിൽ ചെയ്തില്ല എന്നുള്ള ആ ഒരു ഇത് മാത്രം. ശരിക്കും ഇപ്പം ആലോചിച്ച് നോക്കുമ്പോൾ ഈ ഒരു പ്രൈസിന് ഇപ്പം യൂസ്ഡ് കാർ മാർക്കറ്റിൽ നല്ല പ്രൈസിനൊക്കെ നമുക്ക് ഈ വണ്ടികളൊക്കെ കിട്ടും. അപ്പം ഇത്രയും ലക്ഷറി ഫീച്ചേഴ്സും യാത്രാ സുഖമുള്ള വണ്ടി കിട്ടിയിട്ട് ഒരു 20,000 സർവീസ് ചെയ്യുന്നത് വലിയ ദോഷമുള്ള കാര്യമല്ല അങ്ങനെ നോക്കുമ്പോൾ. ഇല്ലല്ലോ, നമ്മള് ഇതൊരു ലക്ഷറി വണ്ടിയാണ്. അപ്പൊ പിന്നെ ആ പൈസ ആവൂലേ. അതും നമ്മള് പിന്നെ ഏജൻസിന്ന് തന്നെ ചെയ്യുന്നു. ഇതിപ്പോ നമ്മളിപ്പോ ലക്ഷറി വണ്ടി അല്ലാതെ സാധാ വണ്ടി പോലും ഏജൻസിന്ന് ചെയ്യാതെ നമ്മൾ പുറത്തുനിന്ന് ചെയ്യുമ്പോഴും ഇതേ അനുഭവം തന്നെയാണ്. വേറെ പകുതി കഷ്ടിച്ച് അല്ലെങ്കിൽ മുക്കാലിലേ വരത്തുള്ളൂ. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താ പറയാ, പൈസ കുറവുള്ള ആൾക്കാർക്കും ഒരു ലക്ഷറി വണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയിൽ പെട്ട വണ്ടിയാണിത്. അപ്പൊ ഇത് സോഴ്സ് ചെയ്യാൻ വണ്ടി കണ്ടുപിടിക്കാൻ കിട്ടാൻ പാടുണ്ടായിരുന്ന ഒരു വണ്ടി നമ്മുടെ കേരളത്തിൽ വളരെ കുറവാണ്. ഞാനിപ്പോ ഈ പറഞ്ഞമാതിരി ഓരോ ആവശ്യങ്ങൾക്കൊക്കെ പല സ്ഥലത്തും പോകുന്നതുകൊണ്ട് ഇപ്പൊ തമിഴ്നാട്ടിലായാലും വണ്ടി അത്യാവശ്യത്തിനുണ്ട്, മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ട്. കേരളത്തിൽ എന്തുകൊണ്ടോ വളരെ കുറച്ച് വണ്ടികളെ ഉള്ളൂ. പിന്നെ ഞാനിത് അന്ന് കാണുമ്പോ ഇതുമാതിരിയാണ്. ഇപ്പൊ ഈ വണ്ടി കാണുമ്പോ നിങ്ങക്ക് മനസ്സിലാവുന്നില്ല, ഇത് ഇപ്പോഴും എന്താ പറയാ ആ ഒരു പ്ലാസ്റ്റിക് പേപ്പർ ഒട്ടിച്ചില്ലെങ്കിൽ പുതിയ വണ്ടിയാന്നുള്ളത് ഇതാണ്. ഇത് പുറമെ അത് ചെയ്തിട്ടുണ്ട്. അതെ, എന്നാലും പിന്നെ നമ്മൾ ഉള്ളിലും കണ്ടില്ലേ, അത് നമ്മൾ ഈ കമ്പനി സർവീസ് നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ ഇതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഈ കാലം കൊണ്ട് ഇവിടെയൊക്കെ എത്രയോ വണ്ടികളുണ്ട് ഒരു മോശമാവുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ കമ്പനി സർവീസ് ചെയ്ത് കൊണ്ടു നടക്കുന്നതിന്റെ ഒരു വ്യത്യാസം അതാണ്. നമ്മളീ പുറമെ പോകുമ്പോ അവര് ഈ പറഞ്ഞ മാതിരി പണി പഠിക്കണവരും അവരൊക്കെ ഉണ്ട്. അവരൊന്നും കുറ്റപ്പെടുത്തി പറയണതല്ല, പക്ഷെ കമ്പനിയിലാകുമ്പോ ഒന്നുകൂടി കുറച്ചുകൂടി എല്ലാത്തിനും ഒരു പ്രൊഫഷണലൈസം ഉണ്ടാവും. അപ്പൊ അതിന്റെ ഇത് നമ്മുടെ വണ്ടിക്കും ഉണ്ടാവും. അതുകൊണ്ടാണ്. അപ്പൊ ആ ഒരു പൈസ നമ്മൾ കൂടുതൽ കൊടുക്കണേല് പിന്നെന്താ തീർച്ചയായിട്ടും ഇതിപ്പോ 43,000 അത്രയായിട്ടുള്ളൂ. അത് വണ്ടികൾ മറ്റു പലതുള്ളത് കൊണ്ടാണ് അതുകൊണ്ടാണ് ഇപ്പൊ ഈ കിലോമീറ്റർ ആവാത്തത്. ഇത് ജസ്റ്റ് ലോങ് പോവാൻ മാത്രമേ ഉപയോഗിക്കുള്ളൂ. വീട്ടിലെ ആവശ്യങ്ങൾക്ക് എന്ന് പറയുന്നതൊക്കെ ഇപ്പൊ 5 സീറ്റർ വേറെ ഉണ്ട്, അത് ഉപയോഗിക്കുള്ളൂ. ഇത് ദൂരത്തേക്ക് പോവാ എന്നുള്ളതിന് മാത്രമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ടാണ് ആ കിലോമീറ്റർ അങ്ങനെ നിൽക്കുന്നത്. ഇതിപ്പോ നിയറായിട്ട് ഇപ്പൊ സർവീസ് കഴിഞ്ഞുള്ളൂ, ഷോറൂം സർവീസ് കഴിഞ്ഞുള്ളൂ. ഇപ്പൊ ഒരു ജസ്റ്റ് ഒരു സർവീസ് കഴിഞ്ഞിട്ട് ഒരു കഷ്ടി 1000 കിലോമീറ്റർ ഓടിക്കുള്ളൂ. 1000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതന്നെ സർവീസ് കഴിഞ്ഞിട്ട് ഒരു ഒറ്റ ട്രിപ്പായിരുന്നു, ഒരു ട്രിവാൻഡ്രം ട്രിപ്പായിരുന്നു. ട്രിവാൻഡ്രം നമ്മളെ ശിവന്റെ ഒരു ഇതൊക്കെ വെച്ചിട്ട് ട്രിവാൻഡ്രത്തിന്റെ അപ്പുറത്തെ ഒരു പേര് പെട്ടെന്ന് കിട്ടുന്നില്ല, അവിടെ ആ ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ട് അങ്ങനെ നിൽക്കണം. തേർഡ് റോയില് പറഞ്ഞു കഴിഞ്ഞാല് വലിയവർക്ക് യാത്ര ചെയ്യാൻ അത്ര ഇതല്ല. ഇരിക്കാൻ പറ്റും,
ജസ്റ്റ് ഇപ്പോൾ ഒരു 50-100 കിലോമീറ്റർ ഒക്കെ ഓക്കെ. ഇപ്പൊ നമ്മളൊരു 500 കിലോമീറ്റർ 300 കിലോമീറ്റർ ഒക്കെ യാത്ര ചെയ്യാൻ തേടറോ അത്ര എല്ലാ വണ്ടികളുടെയും കിഡ്സിനും ഓക്കെയാണ്. കിഡ്സിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 3 കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് സുഖമായിട്ട് ഇരിക്കാം, കിടക്കാം, അങ്ങനെയൊക്കെ ഒരു പ്രശ്നമില്ല. വലിയവർക്ക് തീരെ പറ്റില്ല എന്നല്ല കേട്ടോ, മറ്റുള്ള വണ്ടികളിൽ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആണ്. പക്ഷെ എന്നാലും നമ്മളിപ്പോ ഞാനെപ്പോഴും എന്നെയാണ് കണക്ക് കൂട്ടുന്നത്. ഇപ്പൊ എനിക്കൊക്കെ ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. നമുക്കൊരു 50 കിലോമീറ്ററിന്റെ മാക്സിമം ഇരിക്കാൻ പറ്റില്ല. അപ്പോഴേക്കും നമ്മളൊന്ന് നിർത്തി ഇറങ്ങാതെ പറ്റത്തില്ല. ചെറിയ യാത്രക്കൊക്കെ വലിയവർക്കും ഓക്കെയാണ്. ഓ മെട്രോ നമുക്ക് ഫ്രണ്ടിലാണോ ഇരിക്കണത് അവിടെ ഇരിക്കണം എന്നുള്ളത് വ്യത്യാസമില്ല. അത് ഇതിനേറ്റവും ഒരു ഹൈറ്റ് കൂടുതലുള്ള പോലെയാണ് അവിടെ മിഡിലിരിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു വ്യൂ ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് കിട്ടും. അതുകൊണ്ട് മെട്രോ ഒക്കെ അടിപൊളിയാണ്. പിന്നെ ബാക്കി സീറ്റ് നമ്മളെങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ആനപ്പുറത്തിരിക്കുന്ന ഒരു ഫീലിംഗ് ആണ് നമുക്ക് അത്രയും ഹൈറ്റില്. അതുപോലെ തന്നെയാണ് മെട്രോന്റെ ഒരു അങ്ങനെ ഒരു സീറ്റിന് ഹൈറ്റ് കൂടുതലുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ കാണാനും നല്ല വ്യൂ, നല്ല വിസിബിലിറ്റി ഒക്കെ ഉണ്ട്. പിന്നെ ഇതിനായിട്ടൊക്കെ അപ്പുറം ഇത് വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമാണ്. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. വണ്ടി ഡ്രൈവ് കാറാണിത്, പ്ലസ് പാസഞ്ചർ രണ്ടും കൂടിയിട്ടുള്ള കോംബോ ആണ്. അത് ഇപ്പൊ നമ്മള് വണ്ടിയുടെ ഇതിനായിട്ടുള്ളവരൊക്കെ പറയും വോൾസ്വാഗനും അതൊക്കെ ഡ്രൈവ് കാറാണ്. അതേപോലത്തെ ഒരു സംഭവമാണ്. ഡ്രൈവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിംഗ് അത് വേറെയാണ്. അത് ഒരു രക്ഷയില്ല. ഏതായാലും ഇങ്ങനെയൊക്കെ കുറെ എക്സ്പീരിയൻസുകളുണ്ട്. നെഗറ്റീവ്സ് പറയാനാണെങ്കിൽ ഇപ്പൊ സർവീസ് കോസ്റ്റ് ഒരു നെഗറ്റീവ്സ് മുമ്പ് പറഞ്ഞതുപോലെ, അല്ലാതെ എന്താ പറയാനുള്ളത്? അല്ലാതെ വേറെ നെഗറ്റീവ്സ് ഒന്നുമില്ല. ആ ഒരു കാര്യം തന്നെയുള്ളൂ. ഇത് വണ്ടി ഇത് ശരിക്കും ജെന്യൂനായിട്ട് ഞാൻ പറയണത്, ഇതൊക്കെ ഫെയിലിയർ ആയി പോയത് ഭയങ്കര ഒരു വിഷമമുള്ള അതാണ്. കാരണം ഈ ഒരു ബഡ്ജറ്റിനകത്ത് നമ്മളിനിപ്പോ ഇങ്ങനത്തെ ഒരു വണ്ടിക്കൊക്കെ പറയുന്നത് ഒന്നുകൂടി ഭയങ്കര വിലയല്ലേ മറ്റുള്ള വണ്ടികൾക്കൊക്കെ വരുമ്പോൾ. അത് പിന്നെ നമ്മള് മലയാളികൾ കുറച്ച് പുതിയതിനെ അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് പ്രത്യേകിച്ച് വേറെ ഒരു അതിപ്പോ നമ്മുടെ നാട്ടിലത്തെ ആണെങ്കിൽ പോലും അതങ്ങനെ എല്ലാവരും അല്ലട്ടാ. അങ്ങനെ പറയുമ്പോ നീ മലയാളി അല്ലേ എന്ന് തോന്നും. അങ്ങനെയല്ല, നമ്മുടെ ഒരു രീതികളുണ്ട്. അതെ അതെ അതെ. അപ്പൊ അങ്ങനെ മറ്റു സ്റ്റേറ്റ്സിൽ കൂടുതൽ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞില്ല, അതാണ് ചോദിച്ചത്. അതെ അതെ. അതാണ് ഞാൻ പറഞ്ഞത്. അത് എനിക്ക് എൻ്റെ ഒരു ഇത് എന്ന് പറയുന്നത് പക്കതൊരു പ്രാഡ ഓടിക്കുന്ന അതേ ഇതാണ്. അതിനെക്കാട്ടിയും കാല് കൊടുത്താ പോണത് അത് വേറൊരു ഇതാണ്. വണ്ടിയുടെ ഇരിക്കുന്ന ഒരു രീതിയും അതിന്റെ ഒരു ഇതൊക്കെ ഉള്ളിലത്തെ അതൊക്കെ അതിന്റെ ഒരു ഇതാണ്. അത്യാവശ്യം ഫീച്ചേഴ്സും എല്ലാം ഉണ്ട്. സ്റ്റോറേജ് സ്പേസുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ സ്റ്റോറേജ് സ്പേസുകൾ വേറെ വന്നിട്ടുണ്ടല്ലേ. ഇതിപ്പോ യൂട്യൂബിലായാലും പാട്ട് വെച്ച് കേൾക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്പീക്കർ ക്വാളിറ്റി അല്ലേ അടിപൊളിയാണ്. ഇനി പോരാന്നുണ്ടെങ്കിൽ ഏറ്റവും ബാക്കിലും വേറെ കൊടുത്തിട്ടുണ്ട്. അവിടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അതിന്റെ സംഭവങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഇതിപ്പോ ഇവിടുന്നിട്ട് അവിടെ എന്നിരുന്നിട്ടും ഞാൻ തന്നെ അത് മേടിച്ച കാലത്ത് ഇത് മാറ്റണം ചുറ്റു പോയി. പിന്നെ അത് ഉപയോഗിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് മേടിക്കുന്ന ഒരു സാധനം അത്ര ഇതില് നമുക്ക് പെർഫെക്ഷൻ കിട്ടില്ല. പിന്നെ മാറ്റിയില്ല. കാരണം വലിയൊരു സ്ക്രീനൊക്കെ വെക്കണം എന്ന് വിചാരിച്ചു. പിന്നെ അതൊക്കെ മാറ്റി ഇതാക്കണം. അപ്പൊ ഒരു കുഴപ്പമില്ല. അപ്പൊ പിന്നെ അതങ്ങനെ ആയിരുന്നു. കാരണം നമുക്ക് എപ്പോഴും ഇപ്പോഴത്തെ പുതിയ കാര്യങ്ങൾ അങ്ങനെയാണല്ലോ, വലിയൊരു കുറച്ച് വലിയ സ്ക്രീൻ വെക്കണം എന്നുള്ളത്. പക്ഷെ അതിന്റെ ഇത് വർക്കിംഗ് കണ്ടപ്പോ പിന്നെ വേണ്ട എന്നുള്ളൊരു ഇതിൽ അങ്ങനെ തന്നെ നിർത്തി. പിന്നെ ഇത് 4 വീലറാണ്, ഓൾ വീൽ ഡ്രൈവ് വെഹിക്കിൾ. അങ്ങനത്തെ ഞാൻ ഹൈ റേഞ്ചുകൾ നോർമലായിട്ടുള്ള റോഡുകളൊക്കെ പോയിട്ടുണ്ട് എന്നല്ലാതെ അങ്ങനെ ഓഫ് റോഡൊന്നും ഞാൻ പോയിട്ടില്ല. അത് അതിന്റെ ആവശ്യം വന്നിട്ടില്ല. കാരണം നമ്മള് അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെയാണ് യാത്ര ചെയ്യുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ച് നമ്മളെ ഒരു ഇത് വെച്ച് നോക്കുമ്പോ അതിന്റെ ഒന്നും ആവശ്യമില്ല. അത് ഏത് കുഴിന്നാലും കയറി പോകും. അങ്ങനത്തെ ഒരു വണ്ടിക്ക് നല്ല വെയിറ്റ് ഉണ്ട്. എത്ര സ്പീഡ് വരെ കയറിയിട്ടുണ്ട് മാക്സിമം? ഇത് 130 വരെ. അതിന്റെ അപ്പുറത്തേക്കൊന്നും പോയിട്ടില്ല. പിന്നെന്താ വെച്ച് കഴിഞ്ഞാ പണ്ടൊക്കെ അങ്ങനെ ഒക്കെ ഓടിക്കുമായിരുന്നു. ഇപ്പൊക്കെ ഫാമിലി മക്കളൊക്കെ അതന്നെ ഒരു ഓവർ സ്പീഡാണ്. ഗൾഫിലായാലും അത് കാലത്തിന്റെ ഒരു മാറ്റങ്ങളാണല്ലോ. നമ്മളെ കാത്തിരിക്കാൻ ആൾക്കാരുണ്ടെന്ന് പറയുമ്പോൾ നമുക്കൊരു ഇത് കൂടുതലാണ്. ഇപ്പൊ 130 വരെ വെറുതെ എന്തിനാ നമ്മളതെന്ന് പറയുന്നത്. 130 വരെയൊക്കെ തന്നെ ഓടിച്ചിട്ടുള്ളൂ. ഇതിട്ടാ ഇതല്ല കുറെ കാലങ്ങളായിട്ടുള്ള ഒരു ഡ്രൈവ്. അങ്ങനെ റഫ് ഡ്രൈവ് ഒന്നും ഇപ്പൊ ഞാൻ ചെയ്യാറില്ല. പിന്നെ ഒരു ആവശ്യങ്ങളൊക്കെ വരുമ്പോ ഇപ്പൊ നമുക്ക് പെട്ടെന്ന് തിരക്കായിട്ട് പോകണം, പെട്ടെന്ന് എത്തണം, അങ്ങനെയൊക്കെ ആകുമ്പോഴൊക്കെ ഒന്ന് നന്നായിട്ട് ഓടിക്കുക. അല്ലാണ്ടൊന്നും ഇപ്പൊ അങ്ങനെ റഫ് ഡ്രൈവ് ഒന്നും ചെയ്യില്ല. പിന്നെ
വണ്ടികളെ തന്നെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ആളാണ്. വണ്ടി എങ്ങനെ ഉപയോഗിക്കണം അതുപോലെയാണ് മൈലേജ് കിട്ടുക, പാർട്സിന് ലൈഫ് കിട്ടുക, അതൊക്കെ വണ്ടിയെ നമ്മളെങ്ങനെ ഉപയോഗിച്ചോ അതുപോലെ ഇരിക്കും. ഇപ്പോൾ ഞാൻ മക്കളോടായാലും പറയും, ഇപ്പോൾ വണ്ടിയിൽ മൈലേജിന്റെ കാണിക്കുന്ന ഒരു ഇതുണ്ട്, ഞാൻ പറയാം അത് ഓണാക്കി വെച്ച് ഓടിച്ചോളൂ ഡെയിലി. എപ്പോ പോകുമ്പോഴും ഓരോ പുതിയ ട്രിപ്പ് ഇടുക. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എത്ര മൈലേജ് കിട്ടി, എന്നിട്ട് മാക്സിമം വീണ്ടും ട്രൈ ചെയ്തോണ്ടിരിക്കുക. അങ്ങനെ ആകുമ്പോ ആ ഒരു അതിലേക്ക് കടക്കും. വണ്ടിയെ വെറുതെ ഇതാക്കിയിട്ട് കാര്യമില്ല. അപ്പൊ ട്രിവാൻഡ്രം മൈലേജ് പോണതിന് ഏകദേശം ഒരു 11 മേലെ 12 അടുപ്പിച്ചൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോ ഇവിടെ സിറ്റിയിലൊക്കെ കൊണ്ടു നടക്കുമ്പോ ഒരു 10 10 കഷ്ടിച്ച് ഫസ്റ്റ് ഇതായിട്ട്. അത് ഈ പറഞ്ഞ പോലെ ഉണ്ടാ പിന്നെ ഭയങ്കര തിക്ക് ഹറിബറിയായിട്ടൊന്നും ഓടിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല. നമ്മൾ തന്നെ ഒരു മയത്തിൽ ഉപയോഗിച്ചാൽ ഇത്രയൊക്കെ കിട്ടും. അപ്പൊ അത് അതിന്റെ ഒരു ഉദാഹരണമാണ്. പിന്നെ വണ്ടി അപ്പൊ ആ വണ്ടി ഞാൻ ഓടിച്ചു കഴിഞ്ഞാൽ 21-22 വരെ. അപ്പൊ മോൻ ഓടിച്ചു കഴിഞ്ഞാൽ അവൻ നല്ല ഹൈവേ കൂടെ ഒക്കെ ആണെങ്കിൽ അവൻ ഒപ്പിക്കും. അത് ലോക്കൽ ഓടുമ്പോ അത്ര കിട്ടില്ല. ലോക്കല് 19 ഒക്കെ കിട്ടുള്ളൂ. ഇപ്പൊ ഹൈവേ കൂടെ ഒക്കെ ഒരു പാലക്കാടൊക്കെ പോകണമെങ്കിൽ 23 മേലെ 24 വരെ കിട്ടും. കമ്പനിക്കാർ പോലും പറയാത്ത സാധനം അത് കിട്ടും. അത് അതിന്റെ അതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളങ്ങനെ വണ്ടീനെ നോക്കിയാൽ കിട്ടുമെന്ന്. എല്ലാ വണ്ടിന്ന് ഞാൻ പറയാൻ തയ്യാറില്ല. വണ്ടീനെ എപ്പോഴും അങ്ങനെ നോക്കും. നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നു, എങ്ങനെ ഡ്രൈവ് ചെയ്യുന്നു, എങ്ങനെ ത്രോട്ടിൽ കൊടുക്കുന്നു, എല്ലാം ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ അതെല്ലാതും അതുപോലെ നമുക്ക് തിരിച്ചു തിരിഞ്ഞു. അപ്പൊ എന്താ പറയാ, ആ പാർട്സുകൾക്കൊക്കെ അതുപോലെ ലൈഫ് കിട്ടും. ഓക്കെ, തീർച്ചയായിട്ടും. സോ റെക്സ്റ്റോൺ ഒന്ന് ഓടിച്ച് നോക്കാൻ തീരുമാനിച്ചു. ഇന്ത്യയിലോട്ട് വന്നിട്ട് നമ്മൾ ഓടിച്ചില്ലെങ്കിൽ ശരിയല്ലല്ലോ. ആ ഒരു ബിഗ് സൈസ് എഞ്ചിനൊക്കെ ഓണാവുന്ന സൗണ്ട് കേട്ടോ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇലക്ട്രിക്കൽ സീറ്റ്സ് ആയതുകൊണ്ട് സീറ്റ് ഹൈറ്റും എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. മെമ്മറി ഫങ്ഷൻസ് ഇടാറുണ്ടായിരുന്നല്ലോ എപ്പോഴും? ഓക്കെ ഓക്കെ ഓക്കെ. AC ഞാൻ ഓഫ് ചെയ്തായിരുന്നു മുമ്പേ സൗണ്ട് കാരണം. ഓക്കെ, ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക് കുറച്ച് അപ്പുറത്തോട്ടല്ലേ? ഓക്കെ. സോ നമ്മൾ ആദ്യം ഒന്ന് AC ഇട്ടൊന്ന് കൂളായിട്ട് AC ഓഫ് ചെയ്തിട്ട് ഓടിച്ച് നോക്കാം. എന്നാലേ അതിൻ്റെ ഒരു അതറിയുള്ളൂ അല്ലേ? ഒന്ന് കൂളായിക്കോട്ടെ. നമ്മൾ സ്ട്രൈറ്റ് അല്ലേ? അപ്പോൾ ആ ഒരു എൻജിൻ റവ് ആദ്യമേ കേൾക്കാനുണ്ട് കേട്ടോ. നമ്മൾ ത്രോട്ടിൽ കൊടുക്കുമ്പോഴേ ഒരു എൻജിൻ്റെ റവ് അറിയാനായിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഓടിക്കുമ്പോൾ കിട്ടുന്നൊരു ഇത് അത് ഓടിച്ചാൽ തന്നെ അറിയുള്ളൂ. നമ്മളെങ്ങനെ പറഞ്ഞാലും അത് മനസ്സിലാവില്ല. അതുപോലെ ഹൈവേയിലൊക്കെ കിട്ടുന്ന ഒരു സീറ്റിംഗ് പൊസിഷൻ അങ്ങോട്ട് കറക്റ്റ് കിട്ടിയില്ലേ? പിന്നെ നമുക്കൊരു കംഫർട്ട് ഉണ്ടാവില്ല. അതൊന്ന് റെഡിയായി വരാൻ സമയം എടുക്കും. സ്റ്റിയറിംഗ് ഒക്കെ ഭയങ്കര ലൈറ്റ് ആണ്. കാണുമ്പോൾ വലിയ സൈസ് സ്റ്റിയറിംഗ് ഒക്കെയാണ്, പക്ഷെ അതുപോലെ നമ്മളൊരു 90-100 ഒക്കെ ആകുമ്പോ ഒന്നും കൂടി അത് ടൈറ്റ് ആവും. ഇപ്പൊ ഭയങ്കര ലൂസാണ്. നോർമൽ നമ്മുടെ കൊറിയൻ വാഹനങ്ങൾ ഹ്യൂണ്ടൈസിലും ഒക്കെ കാണുന്ന പോലെ ഭയങ്കര ലൈറ്റ് സ്റ്റിയറിംഗ് ആണ്. കാണുമ്പോ മറ്റുള്ള വണ്ടികളിൽ നിന്നും ഒരു സൈസിന് വലിപ്പം കൂടുതലാ സ്റ്റിയറിംഗിന്. അത് പിടിക്കുമ്പോ അറിയാനുണ്ട്. ഇത് വേണേ 6 സ്പീഡ് ആക്കല്ലായിരുന്നോ സുഖമായിട്ട്? അതെ, നമ്മളെ നാടിങ്ങനെ കുണ്ടും കുഴിയെന്നൊക്കെ ഇടാനുള്ള ഗിയർ റേഷ്യോസ് ഒക്കെ എങ്ങനെയുണ്ട്? നമ്മള് സിറ്റി കൂടെ ഓടിക്കുമ്പോ അത്ര ഇതല്ല എന്ന് പറഞ്ഞെങ്കിലും ഒരു ഫസ്റ്റ് സെക്കൻഡ് ഇട്ടിട്ട് പോകാൻ പറ്റുമോ? സെക്കൻഡ് ഇട്ടിട്ടൊക്കെ പോവാം. ഫസ്റ്റിലോട്ട് എപ്പോഴും വരേണ്ടി വരും. ഓക്കെയാണ്. 4th 5th ആണ് സിറ്റിക്ക് പറ്റില്ല. 4th പോവാം. അല്ല, ഇപ്പോഴും ഫസ്റ്റിലേക്ക് പോകേണ്ടി വരാറുണ്ടോ? ഫസ്റ്റിലേക്ക് നിന്നെങ്കിൽ മാത്രം പോയാൽ മതി. ഓക്കെ ഓക്കെ ഓക്കെ. ബാക്കി സെക്കൻഡും തേർഡും കവറും കുഴപ്പമില്ല. വണ്ടി പുറത്തുനിന്ന് കാണുമ്പോഴും സൈഡിലിരിക്കുന്നതൊക്കെ വലിയ വണ്ടിയാണെങ്കിലും ഡ്രൈവർ സീറ്റിലിരുന്ന് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ന്യൂജൻ കാസ് പോലെ ചെറിയ ലൈറ്റ് നല്ല ഒടിവാണ്. ഫുൾ ഒടിവ് എന്ന് പറയുന്നത് നമ്മൾ പറയത്തില്ലേ? ടേണിംഗ് റേഡിയസ് നല്ല കുറവാണ്. ശരി, നമ്മൾ വിചാരിക്കും അയ്യോ ഇത് ഒടിയത്തില്ല എന്ന് വിചാരിക്കുന്നോടത്ത് വണ്ടി ഒടിയും. യു ടേൺസ് ഒക്കെ എടുക്കാം പറ്റും. ആ ഒരു ടെർബോ കിക്കിൻ ആവാനുള്ള ഒരു സ്പേസ് നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് അത് ഹൈവേയിൽ കയറുമ്പോ ഒരു രസം. ഇവിടുന്ന് ഇനി ഹൈവേ കയറിയിട്ടുള്ള ഓടിക്കുന്ന ഒരു ഇത്, ആ ഒരു എക്സ്പീരിയൻസ് നോക്കും. അപ്പോൾ നല്ലൊരു ഹൈവേസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഓടിക്കാൻ നല്ല രസമാണ്.
ഹൈവേ കൂടെ ഓടിക്കുമ്പോഴാണ് വണ്ടിയുടെ ഒരു ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ശരിക്കും. ഓക്കെ, നമുക്ക് തരുന്നൊരു ധൈര്യമുണ്ട് വണ്ടി. നല്ല സ്റ്റേബിൾ ആണ് വണ്ടി. അതെ അതെ അതെ, നല്ല സ്റ്റേബിൾ ആണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ ബെറ്റർ ആണ്. ആ ഒരു എൻജിൻ നോയ്സ് വലിയ രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുമോ അറിയില്ല, എങ്കിലും വണ്ടിയുടെ സ്റ്റെബിലിറ്റിയും കൺട്രോളും എല്ലാം നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. 5 സിലിണ്ടർ ആകുമ്പോൾ കുറച്ചുകൂടെ ഒരു എൻജിൻ നോയ്സ് ആ ഒരു കിട്ടും എന്ന് കുറച്ചുകൂടെ പ്രതീക്ഷിച്ചു. അതില്ല എന്നുള്ളത് അതൊക്കെ ഒരു ഇതിന്റെ കമ്പനിയുടെ അടുത്തല്ലേ. പിന്നെ എൻജിൻ കേസ് ഒക്കെ പ്രോപ്പർലി വന്നിരിക്കുന്നത് കൊണ്ടായിരിക്കും സൗണ്ട് അധികം പുറത്തോട്ട് വരാത്തത്. പിന്നെ വണ്ടിക്കകത്തോട്ട് വലിയ നോയ്സ് പിന്നെ ഒരുപാട് ഓടിയിട്ടില്ലല്ലോ വണ്ടി. വണ്ടി 50,000 പോലും ആയിട്ടില്ല. 43 ആയിട്ടുള്ളൂ. വണ്ടിയുടെ ഒരു ലൈഫിന്റെ ഒന്നും ആയിട്ടില്ല. അതെ, ഇതൊക്കെ 1 ലക്ഷമൊക്കെ ഓടിയ വണ്ടികളൊക്കെ ഉണ്ടോ നാട്ടില്, അറിയോ? ഉണ്ട്, കണ്ടിട്ടുണ്ട്. വേറെ റെക്സ്റ്റൺ ഓണേഴ്സിനായിട്ട് പരിചയമുണ്ടോ? അവിടെ നമ്മുടെ വീഡിയോയിലൊക്കെ പറയുമ്പോ ഒരു ഇവിടെ ഫസ്റ്റ് ഓണർ നമ്മള് കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ഒരു വണ്ടി ഉണ്ടായിരുന്നു. അതിപ്പോ വേറൊരു പാർട്ടി അവരുടെ റിലേറ്റീവ് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വണ്ടി മുന്നേ കണ്ടിട്ടുണ്ട്. എന്റെ ഏരിയയില് കുറച്ച് കുറവാണ്. കൊച്ചി സൈഡിലും വളരെ ഞാൻ 2 കണ്ടുള്ളൂ. തെക്ക് ഭാഗത്തൊക്കെ കുറച്ചുണ്ട്, കുറവാണ്. ഞാൻ ആദ്യമേ പറയുന്നുണ്ട്, കേരളത്തില് കുറച്ച് കുറവാണ്. ഒരു ഡീസൽ എഞ്ചിന്റെ സൗണ്ട് ഒന്നും ഇല്ല കേട്ടോ, പെട്രോൾ എഞ്ചിൻ പോലെ ഇതിപ്പോ നമ്മള് ഫുൾ പാസഞ്ചേഴ്സ് ഉണ്ടെങ്കിലും ആ ഒരു ഹരം കൂടുക തന്നെയാണ് ചെയ്യാം. അല്ല ഇപ്പൊ നമ്മളിപ്പോ കാലിയാണ് ആഗ്രഹമാണല്ലോ, അപ്പൊ കിടന്ന് ഇങ്ങനെ വണ്ടി ഇങ്ങനെ ആ ഒരു പരിപാടി ഒന്നുമില്ല, പൊന്തി കളിക്കുക അങ്ങനത്തെ ഒന്നുമില്ല. സസ്പെൻഷൻ എങ്ങനെയുണ്ട്? ഒരു പ്രശ്നമില്ല, സസ്പെൻഷനൊക്കെ അടിപൊളിയാണ്. എന്തായാലും നല്ലൊരു സാൻയോങ് റെക്സ്റ്റണെ ഒന്ന് പരിചയപ്പെടാൻ പറ്റി. ഒരു യൂസറിന്റെ ഭാഗത്തു നിന്ന് തന്നെ നിങ്ങളെ പരിചയപ്പെടുത്തി തരാൻ പറ്റി. ഇപ്പോൾ ഒരു സാൻയോങ് റെക്സ്റ്റൺ എന്ന് പറഞ്ഞ് എന്നെ കോൺടാക്ട് ചെയ്തപ്പം സാൻയോങ് റെക്സ്റ്റൺ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു വണ്ടിയായിരുന്നു എന്ന് ഞാൻ പറയുകയും ചെയ്തു. കാരണം ഞാനത് ചെയ്തിട്ടില്ല ഇതുവരെ നമ്മുടെ ചാനലിൽ ഈ ഒരു വണ്ടിയുടെ വീഡിയോ കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഏതായാലും അത് നമുക്ക് ചെയ്യാൻ പറ്റി. താങ്ക് യു സോ മച്ച്. നല്ലൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു, വളരെ നന്ദി. അപ്പോൾ വണ്ടി കൊടുക്കാൻ വല്ല പ്ലാൻ ഉണ്ടെങ്കിൽ അറിയിക്കുക ആൾക്കാരെ, അല്ലേ? നിലവില് അങ്ങനെ പ്ലാൻ അല്ല, പിന്നെ ഇപ്പൊ ചെറുതായിട്ട് ഇങ്ങനെ മനസ്സിൽ ആഗ്രഹം വന്നു തുടങ്ങി. ഒരു ബാറ്ററി വണ്ടിയിലേക്ക് പോയാലോ എന്നുള്ളത് ഉണ്ട് ചിന്ത. അപ്പൊ അങ്ങനെ ഈ വണ്ടീനെ കുറിച്ച് അറിഞ്ഞ് പാഷനായിട്ടൊക്കെ വല്ലവരും വന്നു കഴിഞ്ഞാൽ ചിലപ്പോ കൊടുക്കും. അതുകൊണ്ട് അങ്ങനെ കൊടുക്കണം എന്നുള്ള ഒരു മോഹമൊന്നും ഇപ്പൊ തലവിലില്ല. പക്ഷെ ഈ വണ്ടിനെ കുറിച്ച് അറിഞ്ഞ് ഈ വണ്ടി ഇഷ്ടപ്പെട്ട് ഓക്കെ എനിക്ക് റെക്സ്റ്റൺ വേണം എന്നാഗ്രഹിച്ചു വരുന്ന ഒരാളാണെങ്കിൽ നമ്മള് കൊടുക്കും. അതിപ്പോ അങ്ങനെ അതാണ് ഇപ്പൊ EV എടുത്താലോ എന്നുള്ളൊരു ഇപ്പൊ EVകളിപ്പോ 2025 എക്സ്പോയില് കുറെ പുതിയ മോഡലുകൾ വന്നിട്ടുണ്ട്. അപ്പൊ അതില് സീറാനെ കണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ വേറെ 1-2 വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ മനസ്സിന് ചെറിയൊരു മാറ്റമുണ്ട്. അപ്പോഴും ഇത് ഓടിക്കുന്ന കംഫർട്ട് കുറവായിട്ടും അങ്ങനെ ഒന്നും അല്ല കേട്ടോ, അങ്ങനെ ഒരിക്കലും വിചാരിക്കും. ഇതിപ്പോഴും എന്റെ ഒരു പ്രത്യേക ഇഷ്ടമുള്ള വണ്ടിയാണ്, ഓടിക്കുമ്പോ കിട്ടുന്ന ഫീലിനോട്. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പൊ അതുപോലെ നമ്മളെ പോലെ ഈ വണ്ടിനെ ഇഷ്ടപ്പെടുന്ന വല്ലവരും വന്നാൽ നമുക്ക് നോക്കാം. അല്ലാണ്ട് സാധാരണ ഒരാള് വന്നിട്ട് ഈ വണ്ടി മേടിച്ചിട്ടും കാര്യമില്ല. കാരണം ആ വണ്ടിനെ കുറിച്ചിട്ട് ഇപ്പൊ നമ്മള് ഒരു എന്താ പറയാ, ഇപ്പൊ നമ്മള് മാരുതിയുടെ അങ്ങനത്തെ ഒരു വണ്ടി എടുക്കുന്ന ആള് അങ്ങനെ ഒരു വലിയ 7 സീറ്റർ ആണല്ലോ എന്ന് മാത്രം ഒഴിച്ചിട്ട് വന്നിട്ട് വാങ്ങിക്കുമ്പോ അവർക്ക് പിന്നെ അത് നന്നാവൂന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു റേഞ്ചുള്ള 10 lakhs ബഡ്ജറ്റിൽ 12 lakhs ബഡ്ജറ്റിലുള്ള ഒരു വണ്ടി എടുക്കുന്ന ആള് ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത്രയും പ്രീമിയം ആയിട്ടുള്ള ഒരു വണ്ടി നമുക്ക് ഈ റേഞ്ചിന് വേറെ ഏത് വണ്ടി കിട്ടുക? ഈ ഒരു ലക്ഷം ഫോർച്യൂണർ എടുക്കണമെങ്കിൽ 2018 ഒക്കെ എടുക്കണമെങ്കിൽ എത്ര ആവും? 15+ ആവും. 18 ഒക്കെ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞപ്പോ നാട്ടിലെ വണ്ടി എടുക്കണമെങ്കിലും അതിലും കൂടുതലാവും. ഇപ്പൊ വരവാണെങ്കിലും ഇത് വരവൊന്നല്ല കേട്ടോ വണ്ടി, ഇത് ഒറിജിനൽ കേരള വണ്ടിയാണ്. ഇന്ന് ഡൽഹിയിൽ നിന്ന് എവിടുന്ന് വന്ന വണ്ടി റിയോ ഒന്നല്ല, അത് ഒറിജിനൽ കേരള വണ്ടിയാണ്. അതിലും കൂടും. ഓക്കെ, എന്തായാലും കൊള്ളാം.
നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വണ്ടി കണ്ടിട്ടുള്ളവരുണ്ടാവും, വണ്ടി ഓടിച്ചിട്ടുള്ളവരുണ്ടാവും, നിങ്ങൾക്ക് ഈ വണ്ടിയെ പറ്റിയുള്ള എക്സ്പീരിയൻസ് നിങ്ങളൊന്ന് താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. യൂസ് ചെയ്യുന്നവരുണ്ടാവും, നിങ്ങളുടെ എക്സ്പീരിയൻസും വീഡിയോയുടെ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മൾ പുതിയ വീഡിയോയുമായിട്ട് ഇതുപോലുള്ള വെറൈറ്റി കണ്ടൻസ് ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.